ഞാൻ വന്നിട്ട് ഇത്രയും കഷ്ണത്തിന് ഒരു തേങ്ങന്റെ പാലാണ് എടുത്തിരിക്കുന്നത്. കാരണം നമ്മൾക്ക് അത് കുറച്ച് കൂടുതലായാലും നല്ല ടേസ്റ്റ് അല്ലേ. അപ്പൊ എന്തായാലും ഞാൻ അത് കുറവാക്കിയില്ല. ഇന്ന് ഞാന് കോളിഫ്ലവർ കൊണ്ടുള്ള ഒരു സ്റ്റ്യൂ ആണ് ചെയ്യാൻ പോണത്. നമ്മൾക്ക് നൂലുപുട്ടിന്റെ ഒപ്പവും ചപ്പാത്തി, ഇടിയപ്പം, ഇനി ഏത് പലഹാരം ആവട്ടെ അതിനോടൊപ്പം ഒക്കെ നല്ല ടേസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റുന്നതാണ് കോളിഫ്ലവർ സ്റ്റ്യൂ. അപ്പം നമ്മുടെ ആ ഗ്രേവിക്ക് നല്ല കട്ടി കിട്ടാനായിട്ട് ഞാനൊരു 2-3 ഉരുളക്കിഴങ്ങ് കൂടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് അടുത്തതായിട്ട് ഈ സ്റ്റ്യൂ ചെയ്യുമ്പോൾ ആദ്യം തന്നെ എടുത്തു വെക്കേണ്ടത് എന്താണ്? തേങ്ങാപ്പാലാണ്. അപ്പം ഞാൻ 1-ാം പാല് ആദ്യം മാറ്റി വെച്ച ശേഷം 2-ാമതും 3-ാമതും പിഴിഞ്ഞെടുത്തത് ഇളം ചൂടുവെള്ളത്തിൽ പിഴിഞ്ഞെടുത്ത പാലാണ് ഇത്. ഇത് നമ്മൾക്ക് വേവിക്കുന്ന സമയത്ത് ഒഴിച്ചു കൊടുക്കാമല്ലോ. അപ്പൊ ഇത് നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് വെക്കുക. കോളിഫ്ലവർ, ഉരുളക്കിഴങ്ങ്, 1-ാം പാല്, പിന്നെ 2-ഉം 3-ഉം ചേർന്ന പാല്. ഇനി നമ്മൾക്ക് പെട്ടെന്ന് ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കാം? നമ്മൾക്ക് ഈ കോളിഫ്ലവർ വേവിച്ചെടുക്കുമ്പോൾ പച്ചക്കായിട്ട് വേവിക്കരുത്. അതിൻ്റെ ഒരു പ്രത്യേക മണം ഉണ്ടാവും, അത് നമ്മൾക്ക് ഇഷ്ടപ്പെടില്ല. അപ്പം ഞാൻ അത് നല്ല രുചിയോടെ എങ്ങനെ ചെയ്തെടുക്കാമെന്ന് കാണിച്ചു തരാം കേട്ടോ. എണ്ണയൊന്ന് ചൂടായി വന്നോട്ടെ. ഞാനപ്പം നമ്മുടെ തവയിൽ ഒരു 3 സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾക്ക് കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, ഒരു 3-4 പച്ചമുളക്, ഇനി നമ്മൾക്ക് അടുത്തതായിട്ട് സവാള, നമ്മൾക്ക് ഈ സ്റ്റൂവിന് വാട്ടുന്ന സമയത്ത് ഒരുപാട് മൊരിഞ്ഞു പോകാൻ പാടില്ല. നമ്മുടെ സ്റ്റ്യൂ വന്നിട്ട് നല്ല വെള്ള കളറാണല്ലോ, അപ്പം അതുമാതിരി നമ്മൾക്ക് കിട്ടണം. ചെറുതായിട്ടൊന്ന് വാടി വന്നോട്ടെ. അപ്പോൾ ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്, കളറൊന്നും ചേഞ്ച് ആയിട്ടില്ല. ഇതിലേക്ക് നമ്മൾക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. പിന്നെ ഉരുളക്കിഴങ്ങ് അതുകൂടെ ഇടാം. കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് കോളിഫ്ലവറും ഉരുളക്കിഴങ്ങും കൂടെ ചെറുതായിട്ടൊന്ന് വാടി വന്നോട്ടെ. അപ്പം നമ്മുടെ കോളിഫ്ലവർ, ഉരുളക്കിഴങ്ങൊക്കെ ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. കളറൊന്നും ചേഞ്ച് ആയിട്ടില്ലല്ലോ, ഇതുപോലെ മതി. അതിന് ശേഷം നമുക്ക് ഈ 2-ഉം 3-ാമതും എടുത്ത പാലുണ്ടല്ലോ അതൊഴിച്ചു കൊടുക്കാം. ഞാൻ വന്നിട്ട് ഇത്രയും കഷ്ണത്തിന് ഒരു തേങ്ങന്റെ പാലാണ് എടുത്തിരിക്കുന്നത്. കാരണം നമ്മൾക്ക് അത് കുറച്ച് കൂടുതലായാലും നല്ല ടേസ്റ്റ് അല്ലേ. അപ്പം എന്തായാലും ഞാനത് കുറവാക്കിയില്ല. ഇനി നമ്മൾക്ക് ഇതൊന്ന് വെന്ത് കിട്ടണം, അതിനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്ക് 1-2 തവണയൊക്കെ ഇളക്കി കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. കുറച്ചുകൂടി വേകാനുണ്ട്, നമ്മൾക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നല്ല സോഫ്റ്റായിട്ട് ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾക്ക് ഇനി അടുത്തതായിട്ട് 1-ാം പാല് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഉപ്പൊന്ന് നോക്കിക്കോട്ടെ, ശകലം കൂടെ വേണം. അപ്പം നിങ്ങളത് നോക്കിയിട്ടൊക്കെ ഇട്ട് കൊടുക്കുക. ചെറുതായിട്ട് ഈ ഓരത്ത് ഇങ്ങനെ തിള വരുന്നു കാണുമ്പോൾ നമ്മൾക്ക് ഓഫാക്കണം. അപ്പം നമുക്ക് അതുവരെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. നമ്മൾക്ക് അടുത്തതായിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇതാ കണ്ടില്ലേ, ഈ സൈഡ് ഇങ്ങനെ തിളയ്ക്കുമ്പോഴേക്കും നമ്മൾക്ക് ഗ്യാസ് ഓഫാക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഈ പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ പിരുത്ത പോലെ ഉണ്ടാകും. അപ്പം നമ്മൾക്ക് അതില്ലാതിരിക്കാനാണ് നമ്മൾ ഒരുപാട് തിളയ്ക്കാൻ വയ്ക്കാതെ ഓഫാക്കുന്നത്. എത്ര പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതല്ലേ. നമ്മൾക്ക് ഓരോ ദിവസവും നമ്മൾക്ക് പല തരത്തിലുള്ള ടിഫൻ ചെയ്യുമല്ലോ. അപ്പം നമ്മൾക്ക് ഓരോ രുചിയിൽ വ്യത്യസ്തമായിട്ട് ഓരോ കറികളും അതിന് വേണം. അപ്പോൾ ഓരോ ദിവസം നമ്മൾക്ക് മാറ്റി മാറ്റി ചെയ്യാമല്ലോ. അപ്പോൾ നമ്മുടെ സ്റ്റ്യൂ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം സിമ്പിളാണ്. അപ്പോൾ സുധാ മഴമേഘത്തിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ഇട്ടോളൂ.